നമ്മൾ കയറുമ്പോൾ തന്നെ ഒച്ചകൾ കേട്ടു തുടങ്ങുന്നു, മനോഹരമായ ഗാനങ്ങൾ. ഓ മൈ ഗോഡ്. അതായത് ഇറച്ചി കഴിക്കുന്ന നോക്കി പ്രശ്നമില്ല, പക്ഷേ കഴിക്കുന്ന ഇറച്ചിയുടെ ആ ഉത്ഭവം അത് വല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, സെക്കൻഡുകളിൽ പരിപാടി തീർക്കും. അത്ര സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ് അതിൻ്റെ ഉള്ളിൽ. അത്രയും സ്കിൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്കിൽഡ്. ഓക്കെ, ഷിങ് 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 ഷിങ്. അതായത് ഒരു ദിവസം 500 ചില്ലുവാൻ പന്നികൾ, അതായത് 300 മുതൽ 500 ചില്ലുവാൻ പന്നികളെ കണ്ടിക്കുന്ന ഒരു സ്ലോട്ടർ ഹൗസിലാണ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയത്. എല്ലാ ദിവസവും കേട്ടോ. അപ്പോൾ പല ഷിഫ്റ്റുകളിലുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടിച്ചുകൊണ്ടിരിക്കും, കാലത്ത് തുടങ്ങി രാത്രി വരെ കണ്ടിച്ചുകൊണ്ടിരിക്കും. സ്റ്റണ്ണിങ് മെത്തേഡാണ് ഇവിടെ സ്ലോട്ടർ ചെയ്യാൻ ഉപയോഗിക്കണേ. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ നടന്നു വന്നേക്കണേ കർത്താവ്. ഇവിടെ എങ്ങനെ വെച്ച് എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പോയി. അപ്പോൾ എൻ്റെ ഉള്ളിലെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തിരിച്ച് റിസോർട്ടിലേക്ക് പോവുക. റിസോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. ഇനി നാളെ അടുത്ത 2 സ്ലോട്ടർ ഹൗസോ 1 സ്ലോട്ടർ ഹൗസോ. പക്ഷേ ഇനി പന്നിയിലേക്കില്ല. ഇവിടെ നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഓരോ പ്രോസസ്സായിട്ട് കണ്ടു. എത്രമാത്രം ഇതിൻ്റെ മുന്നിൽ, അതായത് മീറ്റ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ പരിപാടികളും കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോവാം. ഒക്കെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വിഷമം തോന്നും ചില പോയിന്റിൽ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ബിഫോർ ഐ ഫിനിഷ്. എന്തൊരു സൈസായി പന്നിക്കൊക്കെ. എൻ്റെ അമ്മ, പന്നി മീൻസ് ദ പിഗ്. ചിലവർക്ക് പന്നി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബാഡ് വേർഡായിട്ട് തോന്നിയാലോ, അതുകൊണ്ട് ഈ പിഗിനൊക്കെ ഈ എന്തൊരു വലിപ്പം എൻ്റെ അമ്മോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോട്ടെ. ബസ്സിൽ പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ്. എനിക്കൊരു 3-5 മിനിറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് ഒരു ക്ലിപ്പ് എടുക്കാൻ. അപ്പോൾ പോട്ടെ, ബൈ.